കുഞ്ഞേട്ടനും ഇവളും ഓരോ പോലെ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ശബ്ദം കൊടുക്കണോണ്ടാണ് ശബ്ദത്തിൻ്റെ പ്രത്യേകത കേട്ടോ. 1-2 ദിവസങ്ങളിൽ ശരിയാവും. അപ്പോൾ അതാ വീട്ടിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. ഇന്ന് രാവിലെ വീട്ടിൽ നിന്നാണ് എല്ലാവരും ജോലിക്ക് ഒക്കെ അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. അനിയനൊക്കെ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അവർ ചോറും കറിയൊക്കെ കൊണ്ട് വീട്ടിൽ ചെന്നിട്ട് പിന്നെ അവർക്ക് കുളിച്ച് യാത്രയായിട്ടൊക്കെ വേണം പോകാനായിട്ട്. അപ്പോൾ അതാ അനിയത്തി റെഡിയാവണ്. അവർക്കൊന്ന് സ്കൂളും ജോലിയും ഒക്കെ ഉണ്ട്. അപ്പം നല്ല എല്ലാവരും നിർബന്ധിച്ച് അങ്ങനെ നിന്നതാണ് കേട്ടോ. അത് പകലൊന്നും ആരുമില്ല. പകലും ഞാൻ ഉണ്ടായിരുന്നില്ല, വൈകുന്നേരമല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് വർത്തമാനം പറയാനൊക്കെ. അപ്പോൾ അങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ കുറേ നാൾ കൂടിയിട്ട് 1-2 ദിവസം ഒന്ന് രാത്രി ഒരുമിച്ച് നിന്ന് അങ്ങനെയൊക്കെ പിരിയാണ് കേട്ടോ. അപ്പം അങ്ങനെ അവർ പോയി. കുഞ്ഞിപ്പണേ നോക്കടപ്പാ, നോക്കടപ്പോ ഒന്ന് ആ തലേരുടെ ഉള്ളിൽ കൂടെ മുഖമൊന്ന് കാണട്ടെ. ആ തലേരുടെ ഉള്ളിൽ കൂടെ കുഞ്ഞേട്ടനും ഇവളും ഓരോ. അപ്പോൾ കുഞ്ഞിപ്പണീന് ഇത്തിരി വയ്യായി ഉണ്ട് കേട്ടോ. അത് കാരണം ഇപ്രാവശ്യം ചെന്നിട്ട് അവൾക്ക് ഇത്തിരി വാശിയായിരുന്നു. ചെവി വേദനയും അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ചെവി വേദന എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ആദ്യം അറിയില്ലല്ലോ. എന്നിട്ട് സ്കൂളിൽ വിട്ട് അവിടെ നിന്ന് ടീച്ചർ വിളിച്ച് പിന്നെ പോയി കൊണ്ടുവരേണ്ടി വന്നു. അപ്പോൾ തുടക്കത്തിൽ നോക്കുമ്പോൾ അസുഖമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും അവൾക്ക് ഉള്ളിൽ വയ്യായി ഉണ്ടായിരുന്നു തോന്നുന്നു. അതായിരുന്നു വാശിക്കുണ്ടായിരുന്നത്. എല്ലാ പ്രാവശ്യം ചെല്ലണ പോലെ ആയിരുന്നില്ല. അപ്പോൾ ചേട്ടൻ വീണു. അപ്പോൾ ചേട്ടൻ അവിടെ നിന്നായിരുന്നു നേരത്തെ പോകണം. അപ്പോൾ ഞാൻ ചോറ് പകർത്തി കൊടുത്തു. ചോറ് മാത്രമൊക്കെ ഉണ്ടല്ലോ, ഇവിടെ നിന്ന് തന്നെയാണല്ലോ, ജോലി സ്ഥലത്ത് നിന്ന് തന്നെയാണല്ലോ ചെല്ലണത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് എളുപ്പമായിരുന്നു. അപ്പോൾ ചേട്ടൻ അവിടെ നിന്ന് ഊണ് കഴിക്കുക. ഫുഡ് കഴിക്കുന്നത് വെച്ചാൽ ഉള്ളിൽ കറണ്ടൊന്നുമില്ല. ഈ നേരത്തെ കറണ്ട് പോയി. അത് കാരണം കൊണ്ടാണ് കേട്ടോ അവിടെ വന്നിരുന്ന് ഫുഡ് കഴിക്കുന്നത്. പിന്നെ സൗകര്യങ്ങളൊക്കെ അങ്ങോട്ട് ആവണുള്ളൂ. ഇരിക്കാനും ടേബിളൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ഇന്നും പുട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടെ മിക്കവാറും പുട്ട് തന്നെയാണ്. ആങ്ങളയ്ക്ക് പുട്ട് കഴിഞ്ഞിട്ടൊരു പരിപാടിയില്ല. അപ്പോൾ മസാലക്കറിയാണ്. അപ്പോൾ അതും പുട്ടിനും മസാലക്കറി ചോറിനും അങ്ങനെയായിട്ട് വെച്ചു. അല്ലാണ്ട് ഇപ്പോൾ നേരം വെളുക്കുമ്പോൾ അങ്ങനെ കുറേ അങ്ങനെ ഒരുക്കാനൊന്നും പറ്റില്ലല്ലോ. അതിനിതേ ആങ്ങളെ ജോലിക്ക് പോകണം. അപ്പം ഇന്നെല്ലാവരും പോയി. ഇന്നലെ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനും ചേട്ടനും ശ്രീകുട്ടനും പോന്നു കേട്ടോ ഇന്നലെ. പക്ഷേ ഇവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളും ഒരുങ്ങി. മുടി കാരണം മുഖം കാണാൻ പറ്റില്ലേ. അങ്ങനെ അതാ ഞാനും യാത്ര പറഞ്ഞിറങ്ങി. ശ്രീകുട്ടൻ ഇത്തിരി വൈകിട്ട് പോകണം. 8:30 ബസ്സിനാണ്. അപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അവിടെ ആൾക്കാർ വന്ന് തട്ടും ഇതൊക്കെ ഇറക്കുന്നുണ്ടായിരുന്നു. തട്ടൊക്കെ കയറ്റി കൊണ്ടുണ്ടായിരുന്നു. പിന്നെ അതേ ഷോപ്പിലെത്തി. വഴിയിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നല്ല തിരക്കായിരുന്നു കേട്ടോ. ബസ്സിലൊക്കെ നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല. പിന്നെ അതിനിടയ്ക്ക് ജോലി സ്ഥലത്ത് നിന്ന് പോയി നമ്മുടെ ആദ്യത്തിനെ ചേർത്തി. ആദ്യത്തെ പുത്തൂരിൽ നിന്ന് ട്രാൻസ്ഫർ വെച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഓപ്ഷൻ വെച്ചത് CMS ആയിരുന്നു. അത് കിട്ടില്ല. രണ്ടാമത്തെ ഓപ്ഷൻ വെച്ചിരുന്നത് കുറുക്കഞ്ചേരി JPHS കേട്ടോ. അപ്പോൾ അവിടെ ചെന്നതാ ചേർത്തി. അപ്പോൾ അവിടെ അവൻ പണ്ട് സെൻറ്റ് അഗസ്റ്റിൻ എന്ന് പറഞ്ഞ സ്കൂളിൽ കൊക്കാലിയായിരുന്നു പഠിച്ചിരുന്നത്. നമ്മൾ 4ാം ക്ലാസ് വരെ. പിന്നെ അവിടെ നിന്നാണ് CMSൽ പഠിച്ചത് കേട്ടോ. അപ്പോൾ അത് കാരണം അവിടുത്തെ കുറേ കൂട്ടുകാരെയൊക്കെ കിട്ടി. ഭയങ്കര സന്തോഷമായി. അപ്പോൾ കുറുക്കഞ്ചേരിയിലുള്ളവരൊക്കെ അവിടെ തന്നെയാണല്ലോ പഠിക്കുക. അപ്പോൾ അങ്ങനെ കുറേ കൂട്ടുകാരെ കിട്ടി. ഇവിടെയൊക്കെ കൂട്ടായി വന്നിട്ട് പെട്ടെന്ന് ഒഴിവാക്കി പോയപ്പോൾ അവന് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ സയൻസ് കിട്ടാത്ത കാരണം കൊണ്ടാണ് മാറിയത് കേട്ടോ. അവിടെ സയൻസിന് വെച്ചെങ്കിൽ കിട്ടിയാനെന്ന് എനിക്ക് തോന്നുന്നു. രണ്ടാമത്തെ ഓപ്ഷൻ വെച്ചെങ്കിൽ. ഇപ്പം എന്തായാലും യാത്ര കൂടും. അത് കഴിഞ്ഞ് ചേർത്തലൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞാൻ ജോലിക്കൊക്കെ പോയി. അത് കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ വീട്ടിലെത്തി. അപ്പോൾ എല്ലാതും ഒരുക്കി വെച്ചിട്ടൊക്കെ പോയ കാരണം കൊണ്ട് തന്നെ നമുക്ക് വന്നിട്ട് വലിയൊരു തലവേദന ഉണ്ടായിരുന്നില്ല. അലക്കലും അതുപോലെ തന്നെ അടിച്ചു വാരി തുടക്കലും ഒക്കെ കഴിച്ച് എല്ലാതും ഒതുക്കി വെച്ചിട്ടാണ് ഞാൻ പോയിരുന്നത്. അത് കാരണം വന്നിട്ട് വലിയൊരു ജോലികൾ നമ്മൾ എങ്ങോട്ട് യാത്ര പോവായാലും എപ്പോഴും അലങ്കോലമായിട്ട് തുണികൾ വലിച്ചു വാരിയിട്ട് പാത്രങ്ങൾ കഴുകാണ്ടിട്ട് അങ്ങനെ വേസ്റ്റ് കളയാണ്ട് പോവുകയേ ചെയ്യരുത്. അങ്ങനെയൊന്നും പോവുകയേ ചെയ്യരുത് കേട്ടോ. പോയിട്ടുണ്ടെങ്കിൽ വരുമ്പോൾ നമുക്ക് നട്ടപ്പരാന്താവും. യാത്രയുടെ ക്ഷീണം, പിന്നെ അവിടെ പോയി 2 ദിവസം വെറുതെ ഒക്കെ ക്ഷീണമൊക്കെ ഉണ്ടായിട്ട് പിന്നെ വരുമ്പോൾ നമുക്ക് വലിയൊരു സുഖം ഉണ്ടാവില്ല. പക്ഷേ ഇപ്പം ഞാൻ ദോശമാവും അതിനുള്ളിലുള്ള കാരണം സുഖമായിട്ട് ദോശ ഉണ്ടാക്കുക. വേറെ ചോറും കറികളും ഒന്നും കുറേ അങ്ങനെ ഉണ്ടാക്കുക ഒന്നും ചെയ്യണ്ട. പിന്നെ ഇവിടെ ചോറ് തന്നെ വെക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. എനിക്കാണ് പിന്നെ ഒരു നിർബന്ധമായിട്ട് ഉള്ള ആളുള്ള കേട്ടോ. ബാക്കിയുള്ളവർക്ക് ആർക്കും അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളില്ല. അപ്പം ഞാൻ വിചാരിച്ചു ചട്നി അരയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് നാളികേരമൊന്നും കാണാനില്ല. തപ്പി പിടിച്ച ഒരു ചകിരിയുടെ ഉള്ളിലൊരു പൊട്ട നാളികേരമാണെന്ന് തോന്നി കണ്ടപ്പോൾ പിന്നെ എനിക്ക് തോന്നി ചിലപ്പോൾ നല്ലതാണെങ്കിലോ എന്ന് പൊതിച്ച് നോക്കിയപ്പോൾ അത് നല്ല നാളികേരമായിരുന്നു. അപ്പോൾ അതിലേക്ക് ഇഞ്ചിയും ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലും ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ചട്നി അരച്ചു. കടുക് പൊട്ടിച്ച് കറിവേപ്പിലും വറ്റൽമുളകൊക്കെ ഇട്ട് കണ്ടിട്ട് അതിലേക്ക് ഒഴിക്കാണ്. ഇത്തിരീശ കട്ടിയുള്ള ചമ്മന്തിയാണ് ഇവിടെ ഇഷ്ടം. അപ്പോൾ ഇത്തിരീശ ഒരു കട്ടിയിൽ ഞാൻ അരച്ച് തിളപ്പിക്കില്ല കേട്ടോ. അതങ്ങോട്ട്
ഓഫ് ചെയ്തതിന് ശേഷമാണ് അതങ്ങോട്ട് ഒഴിച്ചത്. പിന്നെ പാത്രത്തിലേക്ക് പകർത്തണ്ടല്ലോ എന്ന് വെച്ചിട്ട് അങ്ങോട്ട് ഒഴിച്ചത്. സാധാരണ ഞാൻ ഇങ്ങോട്ടാണ് ഒഴിക്കാറ്. ഉപ്പും കൂടി ഇട്ടിട്ട് അത് കറക്റ്റാക്കി. അപ്പോൾ എനിക്ക് ദോശയുടെ കൂടെ ചട്നി കൂട്ടിയിട്ടാണ് കേട്ടോ ദോശ ഇഡ്ഡലി എനിക്ക് കൂടുതൽ കഴിക്കാനായിട്ട് ഇഷ്ടം. പിന്നെ സാമ്പാർ വയ്ക്കാനൊന്നും നിന്നില്ല. പിന്നെ ദോശ ഉണ്ടാക്കി. അപ്പോൾ ദോശ ആവശ്യത്തിനുള്ളത് ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. പിള്ളേരും വിശന്നിട്ട് തന്നെയല്ല സ്കൂളിൽ പോയിട്ട് വന്നൊക്കെ ഉണ്ടായിരുന്നു. ആദ്യത്തെ 3 മണിയായപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ദിവസം ക്ലാസ്സിൽ ഇരുന്നില്ല, ഇങ്ങോട്ട് പോരുകയാണ് ചെയ്തത് കേട്ടോ. തിരിച്ചിവിടെ എത്തിയപ്പോഴേക്കും 3 മണിയായിട്ടുണ്ടായിരുന്നു. അവൻ കുറേ നടന്നിട്ടുണ്ട് കേട്ടോ. പുത്തൂരിൽ നിന്ന് ട്രാൻസ്ഫർ അടിച്ച് അവിടെ വെച്ച് ലാസ്റ്റാണ് ഞാനൊന്നും ചെന്നത്. പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു, അതൊന്ന് പൊരിക്കാമെന്ന് വെച്ചു. അപ്പോൾ എളുപ്പത്തിലാണ് കേട്ടോ പൊരിച്ചത്. അപ്പോൾ ഒരു സവോള, 2 പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ കുറച്ച് കറുകപ്പട്ടയും മസാലയും കൂടി ചേർത്തു. പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളകും പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തുള്ളൂ. മല്ലിപ്പൊടിയൊന്നും ഞാൻ ചേർത്തില്ല, അരച്ച് ചേർത്തു. അപ്പോൾ മസാലകളൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, പക്ഷേ സിമ്പിൾ മസാല ചേർക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഏതൊരു സംഭവം അതിലേക്ക് കുറച്ച് കോൺഫ്ലവർ അങ്ങോട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തു. അപ്പോൾ ഈ കോൺഫ്ലവർ ഇനി മുക്കിയിട്ട് ഇങ്ങനെ അമർത്തി പിടിച്ച് ഇട്ട് പൊരിക്കുകയാണെങ്കിൽ ബ്രോസ്റ്റഡ് ചിക്കൻ പോലെയാവും. ഞാനിങ്ങനെ മിക്സ് ചെയ്ത് പൊരിക്കണം. കാരണം ചില്ലി ചിക്കൻ്റെ ഒരു വേർഷൻ, ഡ്രൈ ആയിട്ടുള്ള ചില്ലി ചിക്കൻ്റെ ഒരു വെർഷൻ്റെ രീതിയാവാണ് ചെയ്തിട്ടാ. അപ്പം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാരണം കൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മളിത് പൊരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കോൺഫ്ലവറൊക്കെ മുക്കിയിട്ട് പൊരിക്കുമ്പോൾ എന്ന് വെച്ചാൽ അതവിടെ കിടന്ന് അത് പിടിച്ച് കഴിഞ്ഞതിന് ശേഷം മറിച്ചിടാൻ പാടുള്ളൂ. ഇട്ടിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും അത് കുത്തി ഇളക്കി പിടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഒന്ന് ഇളക്കിയിടാം അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഫുള്ളായിട്ട് മൊരിഞ്ഞ് അതുമ്മയ്ക്ക് ആ കോൺഫ്ലവർ മസാലയും പിടിച്ചതിന് ശേഷം നമ്മൾ മറിച്ചിട്ടാൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, ഇത് അങ്ങനെ തന്നെ മസാല പറ്റിയതിന് ശേഷം നമ്മൾ ഈ കോൺഫ്ലവറിൽ കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടിയും ചേർത്തിട്ട് അതിലേക്ക് വെച്ച് ഇങ്ങനെ അമർത്തുക കൈ കൊണ്ട്. എന്നിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇടാന്ന് വെച്ചാൽ ശരിക്കും ബ്രോസ്റ്റഡ് ചിക്കൻ്റെ ഒരു രീതി കിട്ടും കേട്ടോ. അതിന് എപ്പോഴെങ്കിലും അടുത്ത ഞായറാഴ്ച സൺഡേയിൽ ചിക്കൻ മേടിച്ചിട്ട് 2-3 പ്രാവശ്യം ആയിട്ട് വെക്കുകയാണ് ചെയ്തതെന്ന് വെച്ചാൽ ഇവരുടെ ഓരോ ഇഷ്ടത്തിന് ഇവരങ്ങനെ കുറേയൊന്നും ചിക്കൻ കഴിക്കില്ല കേട്ടോ. 2 കഷ്ണം 3 കഷ്ണം അങ്ങനെ കഴിക്കുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ വെച്ചു. പിന്നെ പിടിയും കോഴിയൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചതാണ്. അത് പിന്നെ പറ്റിയില്ല. പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് പോകാനൊക്കെ തീരുമാനിച്ചില്ലേ. തിങ്കളാഴ്ച പോകാൻ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, ചൊവ്വാഴ്ച വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങളെ നിർബന്ധമായിട്ട് പറഞ്ഞ് കാരണം കുറേ കാലമായില്ലേ അങ്ങനെ ചെന്ന് നിന്നിട്ടൊക്കെ, അത് കാരണം കൊണ്ട് വിഷമമായി എല്ലാവർക്കും. ഞാനിവിടെ എനിക്ക് പോകാനായിട്ട് പറ്റണ്ടായിരുന്നില്ല, അതുകൊണ്ടൊക്കെ ആയിരുന്നു കൂടുതലും. പിന്നെ അനിയത്തിയും ജോലിക്ക് പോയായിരുന്നു. അനിയത്തി അമ്മയുടെ ചായ എന്ന് പറയുന്നുണ്ടായിരുന്നു. അവളങ്ങനെ ഫുഡ് കഴിക്കുകയേ ഇല്ല കേട്ടോ. അത് കാരണം കൊണ്ടാണ് അവൾക്ക് അത്ര ക്ഷീണം. അപ്പോൾ അതങ്ങനെ അടിപൊളി ചിക്കൻ റോസ്റ്റാണ്, സൂപ്പറാണ് കേട്ടോ. കൂട്ടുകാരൊന്നും ഉണ്ടാക്കി വെച്ചോളൂ. മാരിനേറ്റ് ചെയ്ത് വെച്ച് തലേദിവസം വെച്ചതിന് ശേഷം ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. പിന്നെ അപ്പോഴേക്കും ചേട്ടൻ വന്നു. കുറേ നേരമായിട്ട് ഞാനിങ്ങനെ നിൽക്കല്ലേ, എൻ്റെ കാല് കഴിച്ചിട്ട് ആ ദോശ ഉണ്ടാക്കുന്ന പരിപാടി കഴിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ പിന്നെ ആദ്യത്തെ എനിക്ക് കസേര കൊണ്ടിട്ട് തന്നു. അപ്പം ഞാൻ അവിടെ കസേര ഇട്ടിരുന്ന് ദോശ ഉണ്ടാക്കുക. ഞാൻ ഫുഡ് ലാസ്റ്റാണ് കഴിച്ചത്. ഓരോരുത്തർക്ക് ദോശയാകുമ്പോൾ അങ്ങനെയല്ല, ഓരോരുത്തർക്ക് ചൂടോടുകൂടി ഉണ്ടാക്കി കൊടുക്കണ്ടേ. അപ്പം അങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് എല്ലാവരും കഴിഞ്ഞ് പിന്നെ ഞാനിവിടെ ടേബിളിൽ വന്നിരുന്ന് പതുക്കെ കഴിച്ചു. പിന്നെ നമ്മുടെ തുണികളൊക്കെ താഴത്തൊക്കെ വിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ആദ്യത്തെ കട്ടിലുമ്പോൾ കൊണ്ടിടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വരുമ്പോൾ എല്ലാം വെച്ചാൽ പൂച്ച കയറുമല്ലോ നമ്മൾ വരുമ്പോൾ തന്നെ. അപ്പോൾ അത് കാരണം തുണികൾ താഴത്ത് കിടന്നാൽ ശരിയാവില്ല, വരുമ്പോൾ തന്നെ അത് എടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഴക്കകത്ത് ഉള്ളതും കൂടി ഞാനെടുത്തു. പിന്നെ പൂച്ചകളുടെ വിശേഷം, അവർ പട്ടിണി കിടക്കില്ലെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. തൊട്ടപ്പുറത്ത് തന്നെ ചേട്ടൻ്റെ വീടുണ്ട്. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവരങ്ങനെ ഇട്ട് കൊടുക്കുന്നില്ല, പക്ഷെ അവിടെ മീനും ഇതൊക്കെ വാങ്ങിക്കണതിൻ്റെ ഒക്കെ പിന്നെ ഫുഡും ഒക്കെ അവരൊരു പാത്രത്തിലിട്ട് വയ്ക്കും. അപ്പോൾ അതൊക്കെ കഴിക്കാം. പിന്നെ അവർക്ക് അങ്ങനെ ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കുഞ്ഞിപ്പൂച്ചേരെ കാര്യം എനിക്ക് ആകെ പേടിയുണ്ടായിരുന്നു കേട്ടോ. അതങ്ങനെ പട്ടിണികളൊന്നും തീരെ വയ്യാണ്ടാവുമെന്ന്. പക്ഷെ അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അവളുടെ വയറൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു വന്നപ്പോൾ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ തന്നെ നിറയെ ചോറ് ഇട്ട് കൊടുത്തു. അപ്പോൾ നിറച്ച് ചോറ് കഴിച്ച് പിന്നെ അവർ അവിടെ കിടന്ന് അങ്ങോട്ട് ഉറങ്ങിയിട്ടാണ്. എന്താ പറയുക, 2 ദിവസം ഫുഡ് കഴിക്കലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ ക്ഷീണം ഉണ്ടാവില്ല അവർക്ക്. ആർക്കും അങ്ങനെ ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല. കാണാണ്ടായതിൻ്റെ ഒരു വിഷമം എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നല്ലാണ്ട് വേറെ കുഴപ്പമൊന്നും അവർക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി നാളെ തുടങ്ങി അടിപൊളിയായിട്ടുള്ള എന്താ പറയുക കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് വിചാരിച്ചിട്ട് നമ്മുടെ വീട്ടിലുണ്ടാവുന്ന നാടൻ റെസിപ്പികളും പിന്നെ കേക്കിൻ്റെ റെസിപ്പികളും ഒക്കെ നമുക്ക് തുടങ്ങി. ഇന്നലെ ഞാൻ പറഞ്ഞു അല്ലേ കേക്കിൻ്റെ റെസിപ്പി. അപ്പോൾ 2 ദിവസം അവിടെ കുറേ നേരം വർത്താനം പറഞ്ഞൊക്കെ ഇരുന്നിട്ട് പെട്ടെന്ന് ഇവിടെ എത്തിയപ്പോൾ എന്താ പറയുക ഉറക്കമൊക്കെ നിൽക്കല്ലേ. അത് കാരണം കൊണ്ട് എനിക്ക് അങ്ങനെ ഡ്രീം കേക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. ഇനി നാളെ രാവിലെ 9 മണിക്കാണ്. ഓക്കെ ബൈ.